നമ്മുടെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഇന്ന് രാത്രിയിലും ദൈവവചനം പഠിക്കുവാനായിട്ട് ഒരവസരം കർത്താവ് തന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലെ നമ്മുടെ പഠനത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാൽ സമയം ലാഭിക്കാനായിട്ട് അതിൻ്റെ 31-ഉം 32-ഉം വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും അവനോട് ക്ഷമിക്കുകയില്ല. ഇത് തന്നെ നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇത് തന്നെ കാണുവാൻ കഴിയും. ഒരിക്കൽ നമ്മുടെ ഒരു ബൈബിൾ ക്ലാസ്സിന് ഞാൻ ഈ വാക്യം ഒന്ന് പരാമർശിക്കുകയുണ്ടായി. ലളിതമായ നിലയിൽ ആ ഭാഗം ഒന്ന് കൈകാര്യം ചെയ്യുകയുണ്ടായി എന്ന് ഞാൻ ഓർക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് അതിൻ്റെ കർത്താവ് ഇവിടെ ഇങ്ങനെ പറയുവാനുള്ള സാഹചര്യം എന്താണ് എന്ന് അല്പം കൂടെ ആഴങ്ങളോട്ട് ചെന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതിൻ്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഒന്നിൽ അധികം പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യനെ ചിലർ ചേർന്ന് യേശുവിൻ്റെ അടുക്കിലോട്ട് കൊണ്ടുവരികയാണ്. ഏകദേശം 3 പ്രശ്നങ്ങളാണ് ഈ മനുഷ്യനെ അഭിമുഖീകരിക്കുന്നത്. അവന് കുരുടനാണ്, ഊമനാണ്, ഭൂതഗ്രസ്തനുമാണ്. ഒരു മനുഷ്യൻ 3 പ്രശ്നങ്ങളാൽ ഇങ്ങനെ വലയുകയാണ്. കാഴ്ചയുമില്ല, കേൾവിയുമില്ല, പിശാച് അവനെ ഇങ്ങനെ ബാധിച്ചിരിക്കുന്നു. അപ്പോൾ അവൻ്റെ ആ സാഹചര്യവും അവൻ്റെ മാനസികാവസ്ഥയും ഒന്ന് മനസ്സിലാക്കണം. ഈ മനുഷ്യനുമായിട്ടൊരു സംഭാഷണത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് അസാധ്യമാണ്. കാരണം അവന് കേൾക്കുവാൻ കഴിയുന്നില്ല, കാഴ്ചയുമില്ല, പിശാചും ബാധിച്ചിരിക്കുന്നു. അപ്പോൾ ഇവനോട് എങ്ങനെയാണ് വേറൊരു വ്യക്തി സംസാരിക്കുക? അപ്പോൾ യേശു ഇവനെ കണ്ട് അവനോട് സഹാനുഭൂതി തോന്നി അവനെ സൗഖ്യമാക്കി. സൗഖ്യമാക്കുക എന്ന് പറയുമ്പോൾ അവന് കാഴ്ച കിട്ടുന്നു, കേൾവി കിട്ടുന്നുണ്ട്, ഭൂതത്തെ എന്നേക്കുമായി അവനിൽ നിന്ന് പുറത്താക്കി. പിന്നെ ഈ മനുഷ്യനെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നില്ല, അവൻ്റെ വഴിക്ക് പോയി. എന്നാൽ ഇവിടുത്തെ സംഭവം എന്ന് പറയുന്നത്, ഈ മനുഷ്യനെ ചുറ്റിപ്പറ്റിയുള്ള സംസാരങ്ങളാണ് കർത്താവ് ഇങ്ങനെ പറയാനുള്ള സാഹചര്യം ഉണ്ടായത്. നമുക്ക് അതിൻ്റെ ഭാഗങ്ങളിലൊക്കെ കടന്നു പോകാം. ഇങ്ങനെ ഈ മനുഷ്യൻ സൗഖ്യമായി എന്നറിഞ്ഞപ്പോൾ അവിടെ നിന്നിരുന്ന ജനങ്ങൾക്കെല്ലാം വലിയ ആശ്ചര്യമായി. അവരെല്ലാം ചേർന്ന് പറയാൻ തുടങ്ങി, ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ, യേശുക്രിസ്തു ദാവീദ് പുത്രൻ തന്നെയോ, അഥവാ ഇവനാണോ വരുവാനുള്ള മശിയ തന്നെയാണോ? ആകാൻ സാധ്യതയുണ്ടോ? ആയിരിക്കത്തില്ല എന്നാണ് അവർ പറഞ്ഞതിൻ്റെ സാരം. മശിയ ആയിരിക്കാൻ സാധ്യതയില്ല എന്നവർ പരസ്പരം പറയുകയാണ്. ഇങ്ങനെ ജനങ്ങളെല്ലാം പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പരീശന്മാരെല്ലാം കൂടെ ഒത്തുകൂടിയിട്ട് യേശുവിൻ്റെ അടുത്ത് അവർ പറയുകയാണ്. ആ സന്ദർഭത്തിൽ യേശുവുണ്ട്, ജനമുണ്ട്, ശിഷ്യന്മാരുണ്ട്. ഇവരെല്ലാം നിൽക്കുമ്പോൾ പരീശന്മാർ ചാടിക്കേറി പറയുകയാണ്, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂബിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കും. ദൈവത്തെ ഈ സന്ദർഭത്തിൽ മഹത്വപ്പെടുത്തേണ്ടതിന് പകരമായിട്ട് ഇവർ ക്രിസ്തുവിനെ വിമർശിക്കുക ചെയ്യുന്നു. ഈ മനുഷ്യന് ഒരു സൗഖ്യം കിട്ടിയതിൽ സന്തോഷിക്കുകയല്ല, മറിച്ച് ക്രിസ്തു ഇപ്രകാരം ചെയ്തതിൽ യേശുവിനെ വിമർശിക്കുക. അപ്പോൾ ഇവിടെ പരീശന്മാർ യേശുവിനെ ആക്രമിക്കാനുള്ളായിരിക്കുന്ന ഒരു സന്ദർഭമായിട്ടാണ് ഇതിനെ അവർ വിനിയോഗിക്കുന്നത്.
യേശു ചെയ്തായിരിക്കുന്ന അത്ഭുത പ്രവൃത്തിയെ കണ്ട് സന്തോഷിക്കുവാനോ ദൈവത്തെ മാറ്റപ്പെടുത്തുവാനോ അവർക്ക് കഴിയുന്നില്ല. നല്ലതെന്ന് പറയുവാനായിട്ട് അവർക്ക് പറ്റുന്നില്ല, മറിച്ച് വിമർശിക്കുവാനാണ് ഇവർ തയ്യാറാകുന്നത്. അവർ പറഞ്ഞത്, ഇവൻ സാത്താൻ്റെ തലവനായിരിക്കുന്ന ബേൽസെബൂവിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കും. ബേൽസെബൂ എന്ന് പറയുമ്പോൾ ഭൂതങ്ങളുടെ രാജകുമാരൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഭൂതങ്ങളുടെ രാജകുമാരനായിരിക്കുന്ന ബേൽസെബൂവിനെ കൊണ്ടാണ് ഇവൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവർ പറയുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൽ വ്യാപരിക്കുന്നത് ദൈവീയ ശക്തിയല്ല, മറിച്ച് സാത്താൻ്റെ ശക്തിയാണ് അവൻ വ്യാപരിക്കുന്നത്. അവൻ സാത്താൻ്റെ ഏജൻ്റാണ് എന്നാണ് ഇവർ പറഞ്ഞതിൻ്റെ അർത്ഥം. നാം ഇനി ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് അതിനോട് ഭാഗത്ത് കടന്നു ചെല്ലുമ്പോൾ അവിടെ വായിക്കുന്നത്, വേറെ ചിലരവിടെ ഉണ്ടായിരുന്നു, അവർ അവനെ പരീക്ഷിച്ച് ചോദിക്കുക. വേറെ കൂട്ട് പരീക്ഷിച്ച് യേശുവിനോട് ചോദിക്കുകയാണ്, ആകാശത്ത് നിന്ന് ഒരടയാളം കാണിക്കുക, നീ ആകാശത്ത് നിന്ന് ഒരു അടയാളം കാണിക്കുക, നീ ദൈവമെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള ഒരടയാളം കാണിക്കുക. ഇപ്പോൾ ഭൂമിയിലാണ് നീ ചെയ്തത്, ഭൂമിയിലുള്ള സംഭവിച്ചത്, സ്വർഗത്തിൽ നിന്നൊരടയാളം നീ കാണിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ അടുത്ത കൂട്ടർ ദൈവത്തെ പരീക്ഷിക്കുകയും ചെയ്യുക. അപ്പോൾ ഇവരെല്ലാം കൂടി കർത്താവിന് വിരോധമായിട്ടങ്ങ് സംഘം ചേർന്നിരിക്കുക. അപ്പോൾ ഇവരുടെയൊക്കെ ചിന്താഗതിയെ യേശു ഇവിടെ പൊളിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 25-26 വാക്യത്തിൽ കടന്നു വരുമ്പോൾ കാണുവാൻ കഴിയുന്നത്, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ശൂന്യമാകും, ഒരു പട്ടണമോ ഗൃഹമോ തമ്മിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല. ഇവരുടെ മനസ്സിലുണ്ടായ ചിന്താഗതിയെ 3 ഉദാഹരണങ്ങൾ പറഞ്ഞ് കർത്താവ് അതിന് നേരിടുക. 1, ഒരു രാജ്യത്തെപ്പറ്റി കർത്താവ് പറയുന്നു. 2, പട്ടണത്തെപ്പറ്റി പറയുന്നു. 3, ഒരു ഗൃഹത്തെപ്പറ്റി പറയുന്നു. ഈ 3 ഇടങ്ങളിൽ ഒരു കലഹവും ഭിന്നതയും അസ്വാരസ്യവും വഴക്കും ഇവയൊക്കെ സ്ഥിരമായി നടക്കുന്നുവെങ്കിൽ അതിന് പിടിച്ചിരിക്കാൻ പറ്റുകയില്ല. ഒരു വീടെടുത്തു കഴിഞ്ഞാൽ അവിടെ എന്നും പ്രശ്നങ്ങളും കലഹവുമാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിത്തീരാ കുടുംബത്തിൻ്റെ അവസ്ഥ? ഒന്നേ കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കും, അല്ലെങ്കിൽ ആത്മഹത്യയിൽ ചെന്ന് കലാശിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വിട്ടിറങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാകും. ഒരു കുടുംബത്തിൽ എന്നും പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നത്. സമാധാനം ഉണ്ടാവുകയില്ല, സ്വസ്ഥത ഉണ്ടാവുകയില്ല. രണ്ടാമത്, ഒരു പട്ടണത്തിൽ ആണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നെങ്കിൽ, കലഹമാണെന്നുണ്ടെങ്കിൽ ആ പട്ടണം നശിപ്പിക്കപ്പെടും. ചിലരുടെ തീയിടും, ചിലരുടെ കല്ലെറിയും, അങ്ങനെ ആ പട്ടണവും നശിപ്പിക്കപ്പെടും. ഒരു രാജ്യത്താണെന്നുണ്ടെങ്കിൽ ആഭ്യന്തര കലാപം ഉണ്ടാകും, ജനങ്ങൾ പരസ്പരം മല്ലടിക്കും, പോലീസ് ഇറങ്ങേണ്ടി വരും, പട്ടാളം ഇറങ്ങേണ്ടി വരും, ആ രാജ്യത്ത് സമാധാനം ഉണ്ടാകത്തില്ല, സമസ്ത മേഖലയെയും ബാധിക്കും. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞത് ശ്രദ്ധിക്കണം, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ അത് രാജ്യം ശൂന്യമാകും. ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ ഛിദ്രിക്കുകയാണെങ്കിൽ അത് നിലനിൽക്കുവാനായിട്ട് പറ്റുകയില്ല. ഒരു ആഭ്യന്തര കലാപമാണ് ഉണ്ടാകുന്നെങ്കിൽ അത് കുടുംബത്തിലായാലും പട്ടണത്തിലായാലും രാജ്യത്തിലായാലും ഒരിക്കലും നിലനിൽക്കുവാനായിട്ട് പറ്റുകയില്ല എന്ന് പറയുകയാണ്. നമുക്കറിയാം, ലോകത്തിലുള്ള പല രാജ്യങ്ങളിലും ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ആ രാജ്യത്തെ ശരിക്ക് പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. അവർക്ക് വലിയ പ്രതിസന്ധി കൂടെ രാജ്യങ്ങളൊക്കെ കടന്നുപോയ ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ കർത്താവ് പറയുകയാണ്, സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ അവനിൽ തന്നെ ഛിദ്രിച്ചു, പിന്നെ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഇവർ പറഞ്ഞ എന്താണ്? യേശു സാത്താൻ്റെ ശക്തി കൊണ്ട് സാത്താനെ പുറത്താക്കും. അപ്പോൾ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവന് തന്നെ വഴക്കായി, ഛിദ്രിച്ചു കഴിഞ്ഞു, പിന്നെ അവൻ്റെ രാജ്യം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം, ഞാൻ സാത്താനു വേണ്ടി പ്രവർത്തിക്കുന്നെങ്കിൽ, അഥവാ സാത്താന് ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ, ഇപ്പോൾ ഞാൻ ചെയ്ത എന്താണ്? സാത്താന് വിരോധമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ന്യായമാണോ? അല്ല, ഒരിക്കലും ന്യായമല്ല. നിങ്ങളാ പറയുന്നത് ഞാൻ സാത്താനിൻ്റെ ശക്തി കൊണ്ടാണ് ഇത് ചെയ്യുന്നത്, അപ്പോൾ ഇപ്പോൾ ഞാൻ സാത്താനെ പുറത്താക്കിയത്,
അപ്പോൾ സാത്താൻ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കുന്നത്? അതിനകത്ത് ന്യായമില്ല. അപ്പോൾ പരീക്ഷന്മാർ പറഞ്ഞത് യേശു ഭൂതങ്ങളുടെ തലവനായിരിക്കുന്ന ബെൽസെബൂവിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്ന് അവരങ്ങ് പറയുക. ദൈവശക്തിയല്ല അവനിൽ വ്യാപരിക്കുന്നത്, മറിച്ച് സാത്താൻ്റെ ശക്തിയാണ് യേശുവിൽ വ്യാപരിക്കുന്നത് എന്ന് പറയുക. അപ്പോൾ യേശു എന്തെല്ലാം ചെയ്യുന്നോ അതെല്ലാം എങ്ങനെയാണ്? സാത്താന്യ ശക്തി കൊണ്ടാണ് നടക്കുന്നതെന്ന് അവരങ്ങ് സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സാത്താനെ പുറത്താക്കുന്നെങ്കിൽ അവിടെ ഏത് യുദ്ധം ആരംഭിച്ചു? ആഭ്യന്തര യുദ്ധം ആരംഭിച്ചു. ആഭ്യന്തര യുദ്ധം ആരംഭിച്ചുവെങ്കിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല, ആ രാജ്യം തകർന്നു പോകും. അപ്പോൾ അങ്ങനെ ഒരു ആഭ്യന്തര കലാപം അവിടെ ഉണ്ടായെങ്കിൽ സാത്താൻ്റെ ശക്തികൾ എന്നേക്കുമായിട്ട് ദുർബലമായിത്തീരുകയാണ്, അവൻ്റെ സാമ്രാജ്യം നശിക്കുക ചെയ്യുന്നു. അപ്പോൾ പരീശന്മാരുടെ ഈ ആക്ഷേപത്തിന് യേശു വളരെ ലോജിക്കായിട്ടുള്ള മറുപടിയാണ് കൊടുക്കുന്നത്, യുക്തിപൂർവമായിട്ടുള്ള മറുപടിയാണ് കർത്താവ് അവിടെ കൊടുക്കുന്നത്. 27-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ യേശുവോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാൻ ബെൽസെബൂവിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ടാണ് പുറത്താക്കുന്നത്? വളരെ രസകരമായ കുറുക്കി കൊള്ളുന്നതായിരിക്കുന്ന ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നു. നിങ്ങൾ പറയുന്നു ഞാൻ ബെൽസെബൂവിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ എന്താണ്? ആരെ കൊണ്ടാണ് പുറത്താക്കുന്നത്? അപ്പോൾ എന്താ നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ പരീശന്മാരുടെ മക്കളും എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ്. നിങ്ങളുടെ മക്കൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ മക്കൾ ആരുടെ ശക്തി കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്? വലിയൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മക്കൾ എന്ന് പറയുമ്പോൾ ഒരു പക്ഷെങ്കിൽ പരീശന്മാരുടെ മക്കളാകാം, അതല്ല എങ്കിൽ പരീശന്മാരുടെ ശിഷ്യന്മാരാകാം, അതുമല്ലെങ്കിൽ ഒരു പറ്റം യഹൂദന്മാരായിരിക്കാം, പ്രമാണിമാരായിരിക്കാം, ഏതെങ്കിലും ഒരു കൂട്ടരായിരിക്കാം. നിങ്ങളുടെ മക്കൾ ഭൂതങ്ങളെ ഒഴിപ്പിക്കുന്നുവെങ്കിൽ, ബാധ ഒഴിപ്പിക്കുന്നുവെങ്കിൽ, അഥവാ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ ഇവരേത് ശക്തി കൊണ്ടാണ് പുറത്താക്കുന്നത്? നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാരെ പറ്റി അവിടെ പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ പ്രസംഗിച്ച് നടക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങളും പൗലോസ് ചെയ്യുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ചില ദേശാന്തരികളായിരിക്കുന്ന മന്ത്രവാദികളായ യഹൂദന്മാർ യേശുവിൻ്റെ നാമം പറഞ്ഞ് ഭൂതങ്ങളെ പുറത്താക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ മഹാപുരോഹിതനായ സ്കേവാവിൻ്റെ 7 പുത്രന്മാർ ചേർന്ന് എന്ത് ചെയ്യുന്നു? ദുരാത്മാവിനെ പുറത്താക്കാനായിട്ട് പോയി. അപ്പോൾ ദുരാത്മാവ് ഇവരെ കണ്ടിട്ട് അവരോട് പറയുകയാണ്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും എനിക്ക് പരിചയമുണ്ട്, നിങ്ങളാരാ? ഇപ്പോൾ ഈ ഭൂതവായിച്ച മനുഷ്യൻ ഈ സ്കേവാവിൻ്റെ മക്കളോട് പറയുകയാണ്, യേശുവിനെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം, പൗലോസിനെയും പരിചയമുണ്ട്, നിങ്ങൾ ആരാ? ഞങ്ങളെ പുറത്താക്കാനായിട്ട് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ കാണുന്ന സംഭവം, ദുരാത്മാവ് അവരുടെ മേൽ വീണ് അടിയും കൊണ്ടു, മാത്രമല്ല മുറിവും ഏൽപ്പിച്ചു, നഗ്നരായി ഓടിപ്പോയി എന്നവിടെ കാണുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാത്താന്യ ശക്തിയെ കൊണ്ട് പ്രവർത്തിക്കുന്നവരായിരിക്കുന്ന ഒരു കൂട്ടർ ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങൾ. ഇപ്പോൾ കർത്താവ് ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മക്കൾ ഇത് ചെയ്യുന്നുണ്ട്, അവർ ഏത് ശക്തി കൊണ്ടാണ് ഇത് ചെയ്യുന്നത്? അപ്പോൾ ഇവർക്ക് ഉത്തരം പറയാനായിട്ട് പറ്റുകയില്ല. യേശുവിൻ്റെ തിരിച്ചുള്ള ചോദ്യം അവരെ ശരിക്ക് പിടിച്ച് കുലുക്കിയിരിക്കുക. അതിന് മറുപടി പറയാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. നിങ്ങൾ പറയുന്ന ആ ശക്തി കൊണ്ടല്ലേ അവരും ഇത് ചെയ്യുന്നത്?
നിങ്ങൾക്ക് തിരുവെഴുത്തും ദൈവശക്തിയെപ്പറ്റിയൊക്കെ നന്നായിട്ട് അറിവുള്ളവരാ, പരീക്ഷന്മാരാ, പ്രമാണത്തെപ്പറ്റി നല്ലതായിട്ട് അറിവുള്ളവരാണ്. പക്ഷെ നിങ്ങളുടെ മക്കളെ വ്യാപരിക്കുന്നത് ഏത് ശക്തിയാണ്? തിരുവെഴുത്ത് അരച്ച് കലക്കി കുടിച്ചിട്ടുള്ളവരാ, പ്രമാണം നന്നായിട്ടറിയാം, ന്യായപ്രമാണത്തെപ്പറ്റി ആഴമായ അറിവുണ്ട്, നല്ല അഭ്യാസനം കിട്ടിയവരാണ് തലമുറകൾ. പക്ഷെ നിങ്ങളുടെ മക്കൾ ഏത് ശക്തി കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് കർത്താവ് ചോദിക്കുകയാണ്. അപ്പോൾ മക്കൾ ചെയ്യുന്ന ഈ ദുഷ്പ്രവണതയെ കർത്താവ് പുറത്തു കൊണ്ടുവന്നപ്പോൾ അവർ വീട്ടിലായി. അവർക്ക് മറുപടി പറയാനായിട്ട് പറ്റുന്നില്ല. നമ്മുടെ ഈ വൈകിട്ടത്തെയൊക്കെ ചാനൽ ചർച്ചയിൽ ശ്രദ്ധിച്ചാൽ ചില ആൾക്കാരൊക്കെ ചില പാർട്ടിക്കാർക്ക് വിരോധമായ ശക്തമായിട്ട് ആരോപണങ്ങൾ അങ്ങോട്ട് അഴിച്ചുവിടും. ഉടനെ മറുഭാഗത്തിരിക്കുന്നവർ വെച്ച് നിങ്ങളുടെ പാർട്ടി ഇന്നൊക്കെ സംഭവിച്ചിട്ടില്ലേ, അന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ലേ എന്ന് പറയുമ്പോൾ ആ വിഷയം അവിടെ അങ്ങ് നിർത്തുകയാണ്. കാരണം എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നങ്ങൾ. അപ്പം അങ്ങനെയാണ് ഈ ചർച്ചകൾ പലതും പോകുന്നത്. അതേമാതിരിയാണ് കർത്താവ് അങ്ങോട്ട് ചോദിക്കുന്നത്. ഇവിടെ ക്രിസ്തു ഊമനും കുരുടനും ഭൂതഗ്രസ്തനുമായ മനുഷ്യനെ സൗഖ്യമാക്കിയത് ഏത് ശക്തി കൊണ്ടായിരുന്നു? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് ക്രിസ്തു അതിനെ പുറത്താക്കിയത്. യേശു കർത്താവ് ഭൂമിയിൽ മനുഷ്യനായി ചെയ്തതെല്ലാം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലായിരുന്നു. നമുക്ക് യെശയ്യാപ്രവചനം 11-ന്റെ 1-2 വാക്യങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഇപ്രകാരം വായിക്കുന്നുണ്ട്: എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടി പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനമാണ്. അവൻ്റെ മേൽ ആര് വസിക്കും? യഹോവയുടെ ആത്മാവ് വസിക്കും. 42-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നു: ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. ഇനിയും യെശയ്യാപ്രവചനം 61-ന്റെ 1-ാം വാക്യത്തെ വായിക്കുന്നത്: എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. അപ്പോൾ ഈ 3 ഭാഗങ്ങളിൽ വ്യക്തമായി പ്രവാചനായിരിക്കുന്ന യെശയ്യാ പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിന്മേൽ എന്തുണ്ടായിരുന്നു? ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അവൻ മനുഷ്യനും ദൈവവുമായിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ ഒട്ടനവധി അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുകയുണ്ടായി. അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെയാണ് കർത്താവ് അത് ചെയ്തത്. ഇനി 28-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു ഇവിടെ കൃത്യമായി സ്ഥാപിക്കുകയാണ്, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ദൈവാത്മശക്തിയാലാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാലാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണ് ഞാനിത് ചെയ്യുന്നതെങ്കിൽ എന്താണ് എൻ്റെ അർത്ഥം? ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുകയാണ്. ഇംഗ്ലീഷ് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 12:20 വായിക്കുന്നത്: ജീസസ് കാസ്റ്റ് ഔട്ട് ഡീമൺസ് വിത്ത് ദ ഫിംഗർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വിരലുകളാൽ യേശു അശുദ്ധാത്മാവിനെ പുറത്താക്കിയതാണ്. എന്താണ് ഫിംഗർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ? അത് ദൈവത്തിൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവിനാലാണ് പുറത്താക്കിയത് എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. അതിൻ്റെ അർത്ഥം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്ന് എത്തിയിരിക്കുകയാണ്. കാരണം ഞാൻ ദൈവാത്മാവിൻ്റെ ശക്തിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഓൾറെഡി സംഭവിച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ കർത്താവായ യേശുക്രിസ്തു സന്നിഹിതനാണ്, തൻ്റെ ശിഷ്യന്മാരും അവനോടുകൂടെ ഉണ്ട്. മശിഹായുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടും ശിഷ്യന്മാർ കൂടെ ഉള്ളതുകൊണ്ടും കർത്താവിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ രാജ്യം അവിടെ വന്നെത്തിയിരിക്കുകയാണ്. യേശുക്രിസ്തു എവിടെയെല്ലാം കടന്നു ചെന്നുവോ അവിടെയെല്ലാം കർത്താവ് രാജാവായിട്ടാണ് കടന്നു ചെന്നിരിക്കുന്നത്. ഇപ്പോൾ ദൈവരാജ്യം കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം, അതായത് ശിഷ്യന്മാരും കർത്താവും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്,
അപ്പോൾ കർത്താവ് എവിടെയെല്ലാം കടന്നു ചെല്ലുന്നോ അവിടെയെല്ലാം ദൈവരാജ്യത്തിൻ്റെ മഹത്വവും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ അവസ്ഥ, ഈ രാജാവാകുന്ന യേശു ക്രിസ്തു എപ്പോൾ നമ്മുടെ ഉള്ളിൽ വന്നുവോ, ക്രിസ്തുവിനെ എപ്പോൾ നമ്മൾ സ്വീകരിച്ചുവോ അന്ന് മുതൽ നാം എവിടെയാണ്? ദൈവരാജ്യത്തിലാണ്. കാരണം രാജാവായിരിക്കുന്ന ക്രിസ്തു നമ്മളിൽ ജനിച്ചു. അപ്പോൾ രാജാവ് നമ്മളിൽ ഉള്ളതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു? ദൈവരാജ്യത്തെ അംഗങ്ങളായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ നാം ദൈവരാജ്യത്തിൽ കടന്നു വരാം. കാരണം ക്രിസ്തു നമ്മുടെ രാജാവായി വാഴുകയാണ്. അത് ആത്മീയമാണ്. ആത്മീയമായിട്ട് നമ്മളിപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാണ്. എന്നാൽ ആശ്ചര്യമായിട്ടുള്ളത് 1000 ആണ്ടിലാണ് നടക്കുന്നത്. ക്രിസ്തു രാജാവായി യെരുശലേമിൽ വാഴും. അത് ആശ്ചര്യമായി നടക്കും. ഇന്ന് ആത്മീയമായിട്ട് നാം ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ അയൺസൈഡ് എന്ന് പറയുന്ന ഒരു വേദവാക്യതാവുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ദൈവരാജ്യം ഒരു ഭ്രൂണം എന്ന നിലയിൽ അവരുടെ നടുവിൽ ഇപ്പോൾ ആയിരിക്കുക. അതായത് ഒരു ഗർഭസ്ഥ അവസ്ഥയിൽ ഭ്രൂണം ഏതവസ്ഥയിലായിരിക്കുന്നോ അതേമാതിരി ഇപ്പോൾ ദൈവരാജ്യം അവരുടെ നടുവിൽ ആയിരിക്കും. എന്നാൽ അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് 1000 ആണ്ടിൽ ആശ്ചര്യമായി നടക്കും എന്നുള്ളതാണ്. എന്നിട്ട് 29 വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ ബലവാൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്ന് കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യും. എന്നിട്ട് വേറൊരു കാര്യം കർത്താവ് പറയുകയാണ്, ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും എടുക്കുവാനായിട്ട് പറ്റുകയില്ല. യേശു ഈ ഭാഗത്ത് ഒരു ബലവാനായ ഒരു മനുഷ്യൻ്റെ വീട് കൊള്ളയടിക്കാനായി ഒരാൾ പോയത് ആലങ്കാരികമായിട്ടിവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. വിഷയം കർത്താവ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഉപമ കർത്താവോട് പറയുക. ഈ കൊള്ളയടിക്കാൻ പോയ മനുഷ്യന് മനസ്സിലായി. എന്താണ് അവന് മനസ്സിലായത്? ആദ്യം എന്ത് ചെയ്യണം? വീട്ടുടയവനായിരിക്കുന്ന ബലവാനെ പിടിച്ച് കെട്ടണം. അവനെ പിടിച്ച് കെട്ടണം. എങ്കിൽ മാത്രമേ അവൻ്റെ ദൗത്യം പൂർണ്ണമായി തീർക്കാണ്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ശരിയായ രീതിയിൽ വീട് കൊള്ളയടിക്കണമെന്നുണ്ടെങ്കിൽ ആ ബലവാനായ വീട്ടുടയവനെ പിടിച്ച് കെട്ടിയേ മതിയാകും. അപ്പോൾ അവനെ കെട്ടണം. ഇവിടെ ബലവാൻ എന്ന് കർത്താവ് പറയുന്നത് സാത്താനെ പറ്റിയാണ് ബലവാൻ എന്ന് പറയുന്നത്. വീട് എന്ന് പറയുന്നത് സാത്താൻ്റെ മണ്ഡലമാണ്. അവൻ വ്യാപിച്ചു കിടക്കുന്ന സാത്താന്യ മണ്ഡലമാണ്. വീടിനുള്ള വസ്തുക്കൾ, അതേ കോപ്പെന്നൊക്കെ പറയുന്നത് ഭൂതങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, യേശുക്രിസ്തു ബലവാൻ്റെ വീട്ടിൽ കടന്ന് അവനെ പിടിച്ചു കെട്ടി അവൻ്റെ കേന്ദ്രം നശിപ്പിച്ച് സാത്താൻ്റെ മുതലായിരുന്ന സ്ഥലത്തെ നശിപ്പിച്ചു. ഈ കർത്താവായ യേശുക്രിസ്തു സകലവും നശിപ്പിച്ചു കളയും. ബലവാനെ സാത്താനെ ആക്രമിച്ച് സകലവും നശിപ്പിച്ചു കളയുക. ഈ പ്രവൃത്തി കർത്താവായ യേശുക്രിസ്തു പല ഘട്ടങ്ങളിലായിട്ട് നിർവഹിക്കുകയുണ്ടായി. അവസാനമായിട്ട് കർത്താവ് അത് ചെയ്ത് കാൽവറിയിൽ വെച്ചു. തൻ്റെ മരണ പുനരുത്ഥാനത്തോടെ ഒരു ജയാളിയായിട്ട് കർത്താവായ യേശുക്രിസ്തു സാത്താനെ പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പല ഘട്ടങ്ങളായിട്ടാണ് ഈ ബലവാനെ പിടിച്ച് കിട്ടുന്നതും ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതും. എന്നാൽ പൂർണ്ണത ആ കാൽവറിയിൽ നടക്കുകയാണ്. കൊലോസ്യർ 2:15 വാക്യത്തിൽ കടന്നു വരുമ്പോൾ അവിടെ കാണുന്നത്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂസിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അപ്പോൾ ക്രൂസിൽ നടന്നത് എന്താണ്? സാത്താൻ്റെ മേലുള്ളായിരിക്കുന്ന സമ്പൂർണ്ണ വിജയമാണ്. ഇപ്പോൾ യേശുവിൻ്റെ കാൽവറിയിലെ മരണം പരാജയമല്ല, സാത്താൻ്റെ മേലുള്ളായിരിക്കുന്ന സമ്പൂർണ്ണ വിജയമായിരുന്നു. വിജയക്കൊടി പാറിക്കുമായിരുന്നു കാൽവറിയിൽ നടന്ന സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ സാത്താന് ഏറ്റ ഒരു കനത്ത പരാജയമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണം എന്ന് പറയുന്നത്. പല മനുഷ്യരും മനസ്സിലാക്കിയിരിക്കുന്നത്
യേശുക്രിസ്തുവിൻ്റെ ഒരു പരാജയമായിരുന്നു കാൽവറിയിൽ നടന്നതെന്നാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് സാത്താൻ്റെ മേലുള്ളായിരിക്കുന്ന ഒരു വിജയമായിരുന്നു കർത്താവ് അവിടെ ചെയ്തു തീർക്കുവാനായി തീർന്നു. സാത്താൻ്റെ പദ്ധതി എന്തായിരുന്നു? സാത്താൻ്റെ പദ്ധതി എന്ന് പറയുന്നത് കുരിശിനെ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു. ക്രൂശ് മരണം ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു സാത്താൻ്റെ പദ്ധതി. അത് നടക്കാതിരിക്കുവാനായിട്ട് ശിശുവായിരുന്നപ്പോൾ തന്നെ സാത്താൻ പ്രവർത്തിച്ചു. അവനെ കൊന്നുകളവാനായിട്ട് ഹെരോദാവ് കൽപ്പന പുറപ്പെടുവിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ പദ്ധതി അങ്ങനെ അല്ലായിരുന്നുകൊണ്ട് അവനെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. ക്രൂശ് മരണം ഒഴിവാക്കുക. ക്രൂശ് മരണമല്ലാതെ ശിശുവായിരിക്കുമ്പോൾ ക്രിസ്തുവിനെ നശിപ്പിക്കുന്നുവെങ്കിൽ, കൊന്നുകളയുന്നുവെങ്കിൽ അത് കൊലപാതകമായി തീരുക. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണം എന്തുവായിരുന്നു? അത് കൊലപാതകമല്ല, മറിച്ച് പ്രായശ്ചിത്ത മരണമായിരുന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് പ്രായശ്ചിത്തമായിട്ട് കർത്താവ് കാൽവരിയിൽ മരിച്ചു. ആ പ്രായശ്ചിത്ത മരണം സാത്താൻ്റെ മേൽ വിജയം കൊണ്ടാടുകയാണ് കർത്താവ് ചെയ്തത്. അപ്പോൾ പല പല ഘട്ടങ്ങളായിട്ടാണ് കർത്താവ് ഈ ബലവാനെ പിടിച്ചു കെട്ടുന്നത്. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പരസ്യ ശുശ്രൂഷ കാലയളവിൽ സാത്താനുമായി ഏറ്റുമുട്ടുകയുണ്ടായി. സാത്താൻ പല ഘട്ടങ്ങളായിട്ട് പരീക്ഷണങ്ങൾ, പ്രലോഭനങ്ങൾ കൊണ്ടുവരികയുണ്ടായി. അവിടെ എല്ലാം കർത്താവ് വചനത്തെ ഉപയോഗിച്ചുകൊണ്ട് സാത്താൻ്റെ മേൽ ജയം നേടി. കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അതും ഒരു ബലവാനെ പിടിച്ചു കെട്ടുകയായിരുന്നു. ഇനിയും മാത്രമല്ല, സഹസ്രാബ്ദ യുഗത്തിൽ സാത്താനെ ബന്ധിച്ച് 1000 ആണ്ടേക്ക് തള്ളിക്കളയുന്നുണ്ട്. അതും സാത്താനുമുള്ളായിരിക്കുന്ന ഒരു ജയമാണ്. സാത്താനെ പിടിച്ചു കെട്ടുകയാണ്. അന്തിമമായിട്ട് സാത്താനെയും കൂട്ടരെയും എന്തു ചെയ്യുന്നു? ഗന്ധകപ്പൊയിലേക്ക് തള്ളിക്കളയും. അപ്പോൾ ഈ ബലവാനായിരിക്കുന്ന സാത്താനെ പല പല ഘട്ടങ്ങളിലായിട്ട് കർത്താവ് തോൽപ്പിക്കുകയുണ്ടായി. അതാണ് ഈ കർത്താവോട് പറയുന്നത് ബലവാനെ പിടിച്ചു കെട്ടുക എന്ന് പറയും. അപ്പോൾ ബലവാനെ പിടിച്ച് കെട്ടിയിട്ട് അവനെ ജയോത്സവം കൊണ്ടാടുകയാണ് കർത്താവ് ചെയ്തത്. 30-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കർത്താവ് പറയുന്നു, എനിക്ക് അനുകൂലമല്ലാത്തവർ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോടുകൂടെ ചേർക്കാത്തവർ ചിതറിക്കുന്നു. ആ വാക്യം ശ്രദ്ധിക്കണം. എനിക്ക് അനുകൂലമല്ലാത്തവർ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോടുകൂടെ ചേർക്കാത്തവർ എന്ത് ചെയ്യുന്നു? അതിനെ ചിതറിക്കുന്നു. ഇവിടെ കർത്താവ് പരീശന്മാരുടെ മനോഭാവത്തെ പറ്റിയാണ് പറയുന്നത്. അവിടെ ചിന്തകളെപ്പറ്റി കർത്താവ് പറയുകയാണ്. ഇവിടെ പരീശന്മാരാരും ഇപ്പോൾ ആരുടെ പക്ഷത്തല്ല? യേശുവിൻ്റെ പക്ഷത്ത് അല്ല. യേശുവിനോട് യാതൊരു അനുഭാവവും കാട്ടുന്നില്ല. ഒരു വിധത്തിലും ഒരു സപ്പോർട്ടീവായിട്ട് അവർ നിൽക്കുകയില്ല. അവർ യേശുവിൻ്റെ പക്ഷത്ത് അല്ലാതിരിക്കുന്നത് കൊണ്ട് എന്തു ചെയ്യുന്നു? അവർ ക്രിസ്തുവിന് വിരോധമായിട്ട് സംസാരിക്കും. അനുകൂലമായിരുന്നുവെങ്കിൽ ക്രിസ്തുവിന് അനുകൂലമായി സംസാരിക്കുമായിരുന്നു. ക്രിസ്തുവിന് വിരോധമായിരിക്കുന്നതുകൊണ്ട് അവരിപ്പോൾ യേശുവിൻ്റെ ശത്രുക്കളായ ശത്രുഭാഗത്ത് നിൽക്കുക. ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ഭാഗത്ത് അല്ല എങ്കിൽ അവനാരാ? ദൈവത്തിൻ്റെ ശത്രു. പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പഠിപ്പിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച ശേഷം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. എങ്ങനെയാണ് സമാധാനം? ക്രിസ്തുവുമായിട്ട് ബന്ധത്തിലോട്ട് വന്നപ്പോൾ, കർത്താവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ശത്രുത്വം മാറി, പിന്നെ സമാധാനം വന്നു. അപ്പോൾ ആ ശത്രുത്വം നമ്മുടെ ഭാഗത്തു നിന്ന് മാറിയപ്പോൾ ക്രിസ്തുവുമായിട്ട് നമുക്ക് സമാധാനമുണ്ടായി. ഈ പരീശന്മാരെല്ലാവരും ക്രിസ്തുവിൻ്റെ ശത്രുക്കളായി നിൽക്കുകയാണ്. അവിടെ അവൻ്റെ ശത്രുക്കളാണ്. അവരെന്ത് ചെയ്യുന്നു? കർത്താവ് പറയുകയാണ്, ഈ തലമുറ ഇവർ യേശുക്രിസ്തുവിനോട് കൂടി കൊയ്ത്ത് നടത്തേണ്ടതിന് പകരം, അഥവാ വിളവ് ശേഖരിക്കേണ്ടതിന് പകരം അവരെന്ത് ചെയ്യുന്നു? ധാന്യങ്ങൾ ചെറിച്ച് കളയുന്നു. ക്രിസ്തു ഈ ഭൂമിയിൽ പിതാവാം ദൈവം ഏൽപ്പിച്ച വലിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. വലിയ ശുശ്രൂഷയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ വിളവ് ശേഖരിച്ചുകൊണ്ടിരിക്കുക. ഈ പരീശന്മാർ എന്ത് ചെയ്യുന്നു?
ഇതിൽ സന്തോഷിക്കുകയും അവനോട് കൂടെ ചേരേണ്ടതിന് പകരമായിട്ട് അവന് വിരോധമായി നിൽക്കുകയാണ്. അവനോട് കൂടെ കൊയ്ത്ത് നടത്തേണ്ടതിന് പകരം എന്ത് ചെയ്യുന്നു അറിയാമോ? ധാന്യമണികളെല്ലാം എന്ത് ചെയ്യുന്നു? എടുത്തു കളയുകയാണ്, നശിപ്പിക്കുക ചെയ്യുന്നു. പ്രത്യക്ഷത്തിൽ പരീശന്മാരെന്താ ചെയ്യുന്നത്? യേശുവിൻ്റെ അടുത്ത് അവനോടൊപ്പം ആയിരിക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വരുന്നവരെ എന്ത് ചെയ്യുന്നു? ചിതറിപ്പിക്കുന്നു, അവരെ പിന്തിരിപ്പിക്കുക ചെയ്യുന്നു. അപ്പോൾ യേശു ആർക്കും ഒരു വിടുതൽ കൊടുക്കുന്നത് കാണുവാനായിട്ട് മനസ്സില്ല. ഈ ഭൂതം ബാധിച്ച 3 പ്രത്യേകതയുള്ള ഈ മനുഷ്യനെ സൗഖ്യമാക്കിയത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് സന്തോഷിക്കുന്നതിൻ്റെ പകരം ജനത്തെ യേശുവിൻ്റെ അടുത്ത് വരുവാനും സമ്മതിക്കുകയില്ല. എന്ത് ചെയ്യുന്നു? അവരെ വിടുവിക്കുവാനും സമ്മതിക്കുകയില്ല. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, പട്ടി തിന്നുകയുമില്ല, പിന്നെ പശുവിനെ കൊണ്ട് തെറ്റിക്കുകയില്ല. ഒരു കാരണവശാലും യേശു അത്ഭുതങ്ങൾ ചെയ്യുവാൻ സമ്മതിക്കുകയില്ല. യേശുവിൻ്റെ അടുത്തോട്ട് വരുവാനും സമ്മതിക്കുകയില്ല, യേശു അവരെ സൗഖ്യമാക്കാനും സമ്മതിക്കുകയില്ല. വലിയൊരു പ്രശ്നമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വായിച്ചായിരിക്കുന്ന 31, 32 വാക്കുകളിൽ കടന്നു വരുമ്പോൾ അവിടെയാണ് പ്രധാനപ്പെട്ട വിഷയം. അതാണ് നാം വായിച്ചത്. അത് നമുക്കൊന്നുകൂടെ വായിക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. ആരെങ്കിലും മനുഷ്യപുത്രൻ്റെ നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും അവനോട് ക്ഷമിക്കുകയില്ല. വളരെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു വാക്യമാണിത്. ഈ 2 പ്രധാനപ്പെട്ട വാക്യങ്ങൾ പല ആൾക്കാർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുള്ള വാക്യമാണ്. തെറ്റിദ്ധരിക്കപ്പെട്ടായിരിക്കുന്ന ഒരു വാക്യമാണ് ഇത് രണ്ടും. ചിലർ തെറ്റായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പോകാറുണ്ട്. നമ്മൾ പശ്ചാത്തലം ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. ഇവിടെ കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നത് നാം ശ്രദ്ധിക്കണം. ഇവിടെ കർത്താവ് ക്ഷമിക്കുമെന്നും പറയുന്നുണ്ട്, ക്ഷമിക്കത്തില്ല എന്നും പറയുന്നുണ്ട്. എന്തുവാ കർത്താവ് ക്ഷമിക്കുന്നത്? 31 വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് പറയുന്നത് സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും. എന്നിട്ട് 32 വാക്യത്തിൽ, ആരെങ്കിലും മനുഷ്യപുത്രൻ നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ക്ഷമിക്കുന്നത്? പാപവും ക്ഷമിക്കും, പിന്നെ ദൂഷണവും ക്ഷമിക്കും, യേശു ക്രിസ്തുവിനോട് പറ്റി എന്ത് പറഞ്ഞാലും, എന്നെപ്പറ്റി എന്ത് പറഞ്ഞാലും ക്ഷമിക്കും. അപ്പോൾ ക്ഷമിക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. പാപവും ക്ഷമിക്കും, ദൂഷണവും ക്ഷമിക്കും, യേശു ക്രിസ്തുവിന് വിരോധമായിട്ട് സംസാരിച്ചാൽ അതും ക്ഷമിക്കും. എന്താ അവിടെ എങ്ങനെ ക്ഷമിക്കുന്നത്? ഒന്ന് മാപ്പ് ചോദിച്ചാൽ മാത്രം മതി. കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ സകല പാപവും ക്ഷമിക്കും. ഈവൻ കർത്താവായ യേശു ക്രിസ്തുവിന് വിരോധമായി സംസാരിച്ചാൽ പോലും ക്ഷമിക്കും എന്ന് കർത്താവ് പറയാം. എന്നാൽ ക്ഷമിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ തന്നെ പറയുന്നുണ്ട്. എന്താണ് ക്ഷമിക്കാത്തത്? ആത്മാവിന് നേരെയുള്ള ദൂഷണം, അഥവാ പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം എന്താ ചെയ്യുകയില്ല? ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും അവനോട് ക്ഷമിക്കും. ദൈവം ത്രിയേകനാണ്. ഈ വായിച്ച വേദഭാഗത്ത് നമുക്ക് പുത്രനായ ക്രിസ്തുവിനെ കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. നാം കണ്ടത് യേശു കുരുടനും ഊമനും ഭൂതഗ്രസ്തനുമായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കി. അവനെ കണ്ട് മനസ്സലിഞ്ഞു, അവനെ സൗഖ്യമാക്കി. അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ച് അവൻ അവൻ്റെ വഴിക്ക് പോയി. പിന്നെ അവനെ ഒന്നും നമ്മൾ കാണുന്നില്ല. കാണുന്നുണ്ടോ? ആ മനുഷ്യനോട് കാണുന്നില്ല, അവൻ അവൻ്റെ വഴിക്ക് പോയി. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവനെ ചുറ്റിപ്പറ്റിയുള്ളായിരിക്കുന്ന സംവാദങ്ങളാണ്. പുറത്ത് നോക്കിക്കണം, ഒരു മനുഷ്യൻ, നിർഭാഗ്യവാനായിരിക്കുന്ന മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു, അവനെ ചുറ്റിപ്പറ്റിയുള്ള സംഭാഷണമാണ് ഇത്രയും ഗൗരവമായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ ഒരു ദുഃഖകരമായ അനുഭവം. ആ മനുഷ്യൻ രക്ഷപ്പെട്ടു, അവൻ സൗഖ്യമായിപ്പോയി. എന്നാൽ ആ മനുഷ്യൻ സൗഖ്യമായല്ലോ അറിഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ലേ വേണ്ടത്.
അതിന് പകരം ഒറ്റ മനുഷ്യൻ പോലും ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. ഒരു കൂട്ടർ പറഞ്ഞു ഇവൻ മശിയ ആയിരിക്കും, ആണോ അല്ല, ആണോ അല്ല. വേറൊരു കൂട്ടർ പറഞ്ഞു ഈ അത്ഭുതം പോരാ, സ്വർഗത്തിൽ നിന്ന് വേറെ അത്ഭുതം കൂടെ കാണിക്കണം. വേറെ കൂട്ടർ പറയുകയാണ് നീ പിശാചിനെ കൊണ്ട് സൗഖ്യമാക്കണം. ഈ കൂടി വന്ന ഒരൊറ്റ മനുഷ്യൻ പോലും ഈ മനുഷ്യന് സൗഖ്യമായത് കണ്ട് സന്തോഷിക്കുകയോ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തിട്ടില്ല. ഇവിടെ ഈ മനുഷ്യനെ അവിടെ കാണുന്നില്ല, അവനെപ്പറ്റിയുള്ള ആരെയും സംസാരമാണ്. അപ്പോൾ ജനത്തിൻ്റെ പ്രതികരണം ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വലിയൊരു കൂട്ടം പറയുകയാണ് ഇവൻ ദാവീദിൻ്റെ പുത്രൻ മശിയ ആയിരിക്കുമോ എന്ന് അവർ ചോദിക്കുക. എന്നിട്ട് അവർ തന്നെ പറയുകയാണ്, അവിടെ എഴുതിയിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം, ശരിയായ വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ഓ അല്ലായിരിക്കും, ആകാൻ സാധ്യതയൊന്നുമില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? മശിയായെ അംഗീകരിച്ചോ ഇല്ലയോ? ഇവൻ ദാവീദിൻ്റെ പുത്രനാണ് എന്ന് തീർത്ത് പറഞ്ഞില്ല, ആയിരിക്കുമോ, എന്നിട്ട് ഓ ആകാൻ സാധ്യത ഇല്ല. അപ്പോൾ അവരംഗീകരിച്ചോ ക്രിസ്തുവിനെ? ഇല്ല. മറ്റൊരു കൂട്ടർക്ക് സ്വർഗത്തിൽ നിന്ന് അടയാളം നീ ചെയ്താൽ ഞാൻ നിങ്ങളെ അംഗീകരിക്കും, അവരും അംഗീകരിച്ചിട്ടില്ല. പരീശന്മാർ ഇങ്ങനെയും പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന സകല മനുഷ്യരും യേശുവിന് വിരോധമായിട്ടാണ് നീങ്ങിയത്. അപ്പോൾ ഇവരുടെ രണ്ട് കൂട്ടരുടെ അഭിപ്രായത്തെ കർത്താവ് കാര്യമായി എടുത്തില്ല. അതായത് മശിയ ആയിരിക്കും അല്ലായിരിക്കും അത് കർത്താവ് കാര്യമായി എടുത്തില്ല. നീ ഒരു വേറെ അത്ഭുതം കൂടെ ചെയ്യാൻ പറഞ്ഞതും കർത്താവ് കാര്യമായി എടുത്തിട്ടില്ല. കാരണം അവരെന്നെ പറ്റിയല്ലോ പറഞ്ഞത്. ഇവർ പറഞ്ഞത് ആരെപ്പറ്റിയാണ് പറഞ്ഞത്? യേശുവിനെ പറ്റിയാണ് പറഞ്ഞത്. ഇപ്പം മശിയ ഒന്നുമല്ല, അതെന്നെ പറ്റിയാണ് പറഞ്ഞത്. ഒരു അത്ഭുതം കൂടെ ചെയ്, നീ ദൈവമാണെങ്കിൽ ഒന്നുകൂടെ ചെയ്യാൻ പറഞ്ഞതും അത് എന്നെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഈ കൂട്ടർക്ക് വാസ്തവമെല്ലാം അറിയാം. ഈ കർത്താവ് ആരാണെന്നും എങ്ങനെയുള്ളവരാണെന്നും ഒക്കെ ഇവർക്ക് നന്നായി അറിയാം. പക്ഷെ ഉള്ളുകൊണ്ട് ഇവർക്ക് അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് മനസ്സില്ല. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നു? ഇവരെ അങ്ങ് വെറുതെ വിട്ടു. അവർ അറിവില്ലായ്മയെന്ന് പറയുന്നതാണ്. അവരോട് കർത്താവ് ക്ഷമിച്ചു. എന്നാൽ പരീശന്മാരെന്ന് പറയുന്ന ഈ കൂട്ടർ ഇവരാരാണ്? യഹൂദ മതത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പാണ് പരീശന്മാരെന്ന് പറയുന്നത്. നിരവധി ഗ്രൂപ്പുകൾ അവിടെ ഉണ്ട്. പരീശന്മാരുണ്ട്, സദൂക്യരുണ്ട്, പിന്നെ എസീനിയസ് പറയുന്ന ഗ്രൂപ്പുണ്ട്, നിരവധി റിലീജിയസ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ പ്രബലമായിട്ടുള്ള ഗ്രൂപ്പാണ് പരീശന്മാരെന്ന് പറയുന്നത്. ന്യായപ്രമാണം വളരെ കർക്കശമായിട്ട് പാലിക്കുന്ന ഗ്രൂപ്പാണ് പരീശ വിഭാഗം എന്ന് പറയുന്നത്. യഹൂദ മതമായിരിക്കുന്ന ജൂഡായിസത്തെപ്പറ്റിയും പഴയ നിയമഭാഗത്തെപ്പറ്റിയുമൊക്കെ അഗാധമായ അറിവാണ് പരീശന്മാർക്കുള്ളത്. ഇവർ നിരന്തരമായി കർത്താവുമായിട്ട് ഇങ്ങനെ സംവാദിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടരാണ്. മാത്രമല്ല യഹൂദ സമൂഹത്തിൽ വളരെ സ്വാധീനമുള്ളായിരിക്കുന്ന ഗ്രൂപ്പാണ് പരീശന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യേശുവിന് യാതൊരു ബഹുമാനവും കൊടുക്കാതെ, ഒരു സങ്കോചവുമില്ലാതെ ചാടിക്കേറി പറയുകയാണ് ഇവൻ ഭൂതങ്ങളുടെ തലവനായിരിക്കുന്ന ബെൽസെബൂബിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. അപ്പോൾ നാം മനസ്സിലാക്കി, യേശു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കിയെന്ന് കർത്താവ് ആ ഭാഗത്ത് സ്ഥാപിക്കുക. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ ഏത് ശക്തിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു? സാത്താൻ്റെ ശക്തിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. പുറത്ത് നോക്കി എത്രയോ ഭയാനകമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് നടത്തിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ അശുദ്ധാത്മാവിൻ്റെ ശക്തിയുമായിട്ട് ബന്ധിപ്പിക്കുക. ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇവർ നടത്തുന്നത്. അപ്പോൾ എവിടെ നിന്നുകൊണ്ടാണ് നടത്തുന്നത്? ക്രിസ്തുവിൻ്റെ അരിയിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കിയാണ് ഇവരിത് പറഞ്ഞത്. അതാണ് വളരെ ഗുരുതരമായി പോയ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ സാരം എന്ന് പറയുന്നത്, നിന്നിൽ വ്യാപരിക്കുന്ന എന്താണ്? അശുദ്ധാത്മാവാണ് നിന്നിൽ വ്യാപരിക്കുന്നത്. പിശാചാണ് നിന്നിൽ ബാധിക്കുന്നത്. നിന്നിൽ ദൈവത്തിൻ്റെ ആത്മാവില്ല എന്ന് കർത്താവിനോട് ഇവർ പറയുകയാണ്. ഈ സന്ദർഭത്തിൽ ആണ് കർത്താവ് ഇവിടെ പറഞ്ഞത് നിങ്ങൾ പരിശുദ്ധാത്മാവിന് നേരെ ഇപ്പോൾ പറഞ്ഞത്, ഇവിടെ വെച്ച് പറഞ്ഞത് ഈ പാപം
ഇപ്പോൾ പറഞ്ഞ ഇവിടെ വെച്ച് പറഞ്ഞ ഈ പാപം നിങ്ങളോട് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കുകയില്ല. അപ്പോൾ അവിടുത്തെ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ആരുടെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത്? യേശുവിൻ്റെ മുഖത്ത് നോക്കിയാണ് അവർ പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കി, ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത്, നിന്നിൽ വ്യാപരിക്കുന്നത് സാത്താനാണ് എന്ന്. അപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ പറഞ്ഞത്, ഇവിടെ വെച്ച് പറഞ്ഞ ഈ പാപം ഉണ്ടല്ലോ, ബാക്കി പാപങ്ങളൊക്കെ ക്ഷമിക്കും. പാപവും അധർമ്മവും എന്നെപ്പറ്റി എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം ക്ഷമിക്കും. പക്ഷേ ഇപ്പോൾ പറഞ്ഞതായിരിക്കുന്ന ഈ പാപം ഇപ്പോഴും ക്ഷമിക്കത്തില്ല, വരുവാള ലോകത്തിലും ക്ഷമിക്കത്തില്ല. അഥവാ ഈ പറഞ്ഞവർക്ക്, ഈ പറഞ്ഞ പരീക്ഷന്മാർക്ക് ഒരു കാലത്തും ക്ഷമ ലഭിക്കത്തില്ല എന്ന് കർത്താവിടെ തീർത്ത് പറയുകയാണ്. കാരണം അന്ന് അവൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ്റെ മുഖത്ത് നോക്കി അവനോട് പറഞ്ഞ വാക്കാണിത്. അത് കർത്താവിനെ വളരെയധികം വേദനിപ്പിച്ച വിഷയമാണ്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവരാരും തന്നെ കർത്താവിനെ മശിഹയാണെന്ന് ആരും അംഗീകരിക്കുന്നില്ല. നിരവധി തവണ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, അനേകരെ സൗഖ്യമാക്കിയിട്ടുണ്ട്, താൻ ദൈവത്തോടും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയോ അത്ഭുതങ്ങളാണ് കർത്താവ് ചെയ്തത്. ഇത്രയും കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടും ഇവിടെ കൂടിയിരിക്കുന്ന ആരും തന്നെ കർത്താവിനെ മശിഹയായിട്ടോ രക്ഷകനായിട്ടോ വീണ്ടെടുപ്പുകാരനായിട്ടോ അംഗീകരിക്കില്ല. എന്നാൽ അവർ പറഞ്ഞത് ഇവൻ്റെ ശക്തി എന്ന് പറയുന്നത് അശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അതിനോട് എല്ലാവരും അങ്ങ് യോജിക്കുക. അല്ല എന്ന് പറയുവാനായിട്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പരിശുദ്ധന്മാർ പറഞ്ഞതിനെ പൂർണ്ണമായിട്ട് അവർ പിന്താങ്ങുക ചെയ്ത്. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ പാപം ഈ കാലത്ത് ചെയ്യുവാൻ സാധിക്കുമോ? ഈ പാപം ഇന്ന് ചെയ്യുവാൻ പറ്റുമോ? ഇന്നിത് ആവർത്തിക്കപ്പെടുവാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. കാരണം കർത്താവ് ഫിസിക്കലായിട്ട് ഇന്നിവിടെ ഇല്ല. കർത്താവിന് ഫിസിക്കലായിട്ട് അക്ഷരീയമായിട്ട് ഇന്നിവിടെ ഇല്ല. ഇത് കർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ പാപമാണ്. കർത്താവിനെ പറ്റി പറഞ്ഞ പാപമാണ്. മറ്റുള്ളവരെ പറ്റി ഒന്നുമല്ല പറഞ്ഞത്. കർത്താവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞായിരിക്കുന്ന പാപം ഇതിന്ന് ആവർത്തിക്കപ്പെടുവാനായിട്ട് പറ്റുകയില്ല. കാരണം ഇന്ന് കർത്താവ് ഭൂമിയിൽ ഇല്ല. അപ്പോൾ മനുഷ്യന് ഇന്ന് ഈ പാപം ചെയ്യുവാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് എന്നും പറയാവുന്നതാണോ എൻ്റെ അർത്ഥം? നമുക്ക് അങ്ങനെ പറയാൻ പറ്റുകയില്ല. ദൈവത്തെയോ ദൈവത്തിൻ്റെ പ്രവൃത്തിയോ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെയോ ഒന്നും ചോദിച്ചോ നമുക്ക് പറ്റുകയില്ല. ദൈവം എല്ലാ കാലത്തും അത്ഭുതങ്ങളെ ചെയ്യുന്ന വ്യക്തിയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്രയോ അത്ഭുത പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? ഓരോ ദിവസവും നാം പഠിക്കുമ്പോൾ എത്രയോ നിലയിലാണ് കർത്താവ് നമ്മോട് വൻകാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം തന്നെ അത്ഭുതമല്ലേ? എത്രയോ കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ അല്ലേ? എത്രയോ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. എത്രയോ അത്ഭുതങ്ങളാണ് നമ്മുടെ ഇടയിൽ കർത്താവ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അതിനൊരു പബ്ലിസിറ്റി കൊടുക്കാറില്ല. എന്നാൽ ചില ആൾക്കാർ പബ്ലിസിറ്റി കൊടുക്കുന്നു. പ്രിയപ്പെട്ടവർ, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവ് പലപ്പോഴും പല അത്ഭുതങ്ങളും ചെയ്തിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരോടും പറയരുത്. പക്ഷെ അവർ പോടത്തെല്ലാം ചെന്ന് പറഞ്ഞു. കർത്താവ് പബ്ലിസിറ്റി അല്ല ആഗ്രഹിക്കുന്നത്, അവൻ്റെ മഹത്വം വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു അവൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ നിരവധി അത്ഭുതങ്ങൾ ചെയ്യുകയുണ്ടായി. അത്ഭുതങ്ങളെല്ലാം തന്നെ അവിശ്വാസികളായിട്ടുള്ള യഹൂദന്മാർക്കൊരു അടയാളമായിട്ടാണ് കർത്താവ് ചെയ്തത്. അവർ കർത്താവിൽ വിശ്വസിക്കണം. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ എന്ത് ചെയ്യുന്നു? ജ്ഞാനം അന്വേഷിക്കുന്നു. അപ്പോൾ യഹൂദന്മാർക്ക് വേണ്ടിയിരിക്കുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്. അവരുടെ ഇടയിൽ ഒരുപാട് അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുകയുണ്ടായി. എന്നാൽ ജ്ഞാനികളായിരിക്കുന്നവരോട് അവർ ജ്ഞാനത്തിൻ്റെ ആയിരിക്കുന്ന വചനങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ ആ ഒരു പാപം, ഈ ഒരു സംഭവം ഇന്ന് ഭൂമിയിൽ ആവർത്തിക്കപ്പെടുവാനായിട്ട് പറ്റുകയില്ല.
അന്ന് ചെയ്തപോലെ ഇന്ന് മനുഷ്യനത് ചെയ്യാൻ പറ്റുകയില്ല. ഇവിടെ കർത്താവ് സന്നിഹിതനല്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ആ പാപം ഇന്ന് ആവർത്തിക്കപ്പെടുവാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ആ പാപം ആർക്കും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നാം എന്താണ് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മുടെ കർത്താവ് ആരാണ്? അവൻ സകല മനുഷ്യരോടും എങ്ങനെയുള്ളവനാണ്? അനുകമ്പയുള്ളവനാണ്. ഈ മനുഷ്യൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയെ. അവൻ ബലഹീനനായിരുന്നു, അസ്വസ്ഥനായിരുന്നു, അവന് ഒരു നിർഭാഗ്യവനായിരിക്കുന്ന മനുഷ്യനായിരുന്നു. അവൻ കുരുടനായിരുന്നു, ലോകം എന്താണെന്ന് അവൻ അറിയുന്നുകൂടാ, കാഴ്ചയില്ല. ഊമനായിരുന്നു, ഇന്നുവരെയും ലോകത്തിലെ വ്യവസ്ഥകളെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. അതുമാത്രമല്ല, പിശാചിനാൽ ബാധിക്കപ്പെട്ട് കിടക്കുകയാണ്. സ്വസ്ഥതയില്ല, സമാധാനമില്ല. അവൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദാരുണമായിട്ടുള്ള അവസ്ഥയാണ്. നമ്മുടെ കർത്താവ് ആ സങ്കീർണമായിരിക്കുന്ന ആ മനുഷ്യൻ്റെ വിഷയത്തിൽ ഇടപെട്ട് അവന് ശാന്തത, സമാധാനം നൽകുവാനായി തുടങ്ങി. കർത്താവ് ഏത് ഘട്ടങ്ങളിലും ഏത് മനുഷ്യൻ്റെയും വിഷയത്തിൽ ഇടപെട്ട് സമാധാനം വരുത്തുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആയിരിക്കുന്ന ജീവിത അനുഭവങ്ങൾ കൂടിയൊക്കെ നാം കടന്നു പോവുകയാണ്. ഒട്ടനവധി പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി, ഒന്ന് മാറുമ്പോൾ വേറൊന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് അവൻ ഇന്നലെ ഇന്നും എന്നും അനന്യനായ കർത്താവാണ്. എല്ലാ കാലത്തും നമ്മുടെ വിഷയങ്ങൾ ഇടപെടുവാനായിട്ട് അവൻ ശക്തനായ ദൈവമാണ്. എത്രമാത്രം പ്രതികൂലങ്ങൾ ഉണ്ടായാലും, ശത്രുക്കൾ അവനെ വളഞ്ഞാലും, കർത്താവ് തൻ്റെ മഹത്വം എല്ലാ കാലവും വെളിപ്പെടുത്തും. അവന് മഹത്വം കാണുവാൻ ഇടയായിത്തീർന്നു. കർത്താവിന് മഹത്വം കൊണ്ടാകട്ടെ. ഈ ദൈവം എന്ന് പറയുന്നത് അവൻ കരുണയുള്ളവൻ, അവൻ മനസ്സല്ലുള്ളവനാണ്, അവൻ ആർദ്രതയുള്ള വ്യക്തിയാണ്. നമ്മുടെ വിഷയങ്ങൾ ഇടപെടുവാനായിട്ട് അവൻ ശക്തനായ ദൈവമാണ്. പക്ഷെ നമ്മുടെ വിഷയത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ നാം എങ്ങനെയാണ് അവനെ മനസ്സിലാക്കുന്നത്? ലോകം അവനെ വേറെ രീതിയിൽ മനസ്സിലാക്കി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സൗഖ്യദായകൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവൻ, നമ്മോട് സഹതാപം കാണിക്കുന്നവൻ, ഈ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് ഈ കർത്താവിനെ ആഴമായി സ്നേഹിപ്പാൻ, ആഴമായി അറിയുവാൻ, അവൻ്റെ അത്ഭുത പ്രവൃത്തികൾക്ക് എപ്പോഴും മഹത്വം കൊടുക്കുവാൻ, നന്ദി പറയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് ആരെല്ലാം സൗഖ്യമാക്കിയിട്ടുണ്ടോ അവരെല്ലാം പോയി കർത്താവിൻ്റെ പറ്റി പറയുകയാണ് ചെയ്തത്. കർത്താവ് ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങളിപ്പോൾ പുരോഹിതനെ നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുകയും പറയുകയുണ്ടായി. അപ്പോൾ താന് വലിയ അത്ഭുത പ്രവൃത്തികൾ ചെയ്തു എന്ന് ലോകത്തിൻ്റെ മുമ്പാകെ പബ്ലിസിറ്റിക്ക് വേണ്ടി കർത്താവൊന്നും ചെയ്യുകയല്ല, മറിച്ച് അവിശ്വാസികളായിരിക്കുന്നവർ വിശ്വസിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് നിരവധി അത്ഭുതങ്ങൾ ചെയ്തു. അതെല്ലാ കാലവും ലോകം ഓർത്തിരിക്കുന്ന അനുഭവമാണ്. നമ്മെ അവൻ രക്ഷിച്ചത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. നാം ആരും ഇവിടെ ഇരിക്കുവാൻ യോഗ്യതയുള്ളവരല്ല. എന്ത് യോഗ്യത നമുക്കുള്ളത്? എന്ന കർത്താവ് നമ്മോട് കരുണ കാണിച്ചു. നമ്മുടെ രക്ഷ തന്നെ ഒരു മഹാ അത്ഭുതമാണ്. അതിൽ നമുക്ക് സന്തോഷിക്കാം. ആ ദൈവത്തിൻ്റെ മഹത്വത്തിൽ, ദൈവത്തിൻ്റെ രക്ഷയുടെ പ്രവൃത്തി നമുക്ക് സന്തോഷിക്കാം, അവന് മഹത്വം കൊടുക്കാം. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ.